ഹലോ സ്വാമി, നമസ്കാരം. പേരെന്താണ്? രാജൻ. ഓക്കെ. ഇത് ചിറ്റടീശ്വരം താമരക്കുളം ശിവക്ഷേത്രമാണ് അല്ലേ? ഇവിടെ ഇപ്പോൾ എന്ത് ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? തൈപ്പൂയ മഹോത്സവം. ഇന്നത്തെ ദിവസം ഇവിടെ പ്രതിഷ്ഠാ വാർഷികവും കൂടെയാണ്. കഴിഞ്ഞ വർഷത്തെ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ഒരു വർഷം തികയുന്നു. അതിൻ്റെ പരിപാടിയും കൂടെ ചേർത്താണ് ഇന്ന് തൈപ്പൂയ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ കാപ്പ് കെട്ടലായിരുന്നു. തൈപ്പൂയ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാവടികളാണ് എടുക്കുന്നത്? ഇവിടെ കാവടി പീലിക്കാവടി, പിന്നെ പറവക്കാവടി, തേര്, പിന്നെ അഗ്നിക്കാവടി, പിന്നെ അങ്ങനെ മുരുകന് ആവശ്യമായ പാൽക്കുടം, കളഭാഭിഷേകം, ഭസ്മാഭിഷേകം, കുങ്കുമാഭിഷേകം, അങ്ങനെ എല്ലാവിധ കാവടികളും. പാൽക്കുടം കുങ്കുമക്കുടം ഒക്കെ എന്താണ് ചെയ്യുന്നത്? അത് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതല്ലേ? അതെ, നേരിട്ട് അഭിഷേകം, ഭക്തർക്ക് നേരിട്ട് അഭിഷേകത്തിന് അവിടെ എത്തിക്കാം. വ്രതനിഷ്ഠകളോടുകൂടിയാണോ ഈ പാൽക്കുടം കുങ്കുമൊക്കെ എടുക്കുന്നത്? എത്ര ദിവസത്തെ വ്രതമാണ് വേണ്ടതെന്നാണ് പറയുന്നത്? ഒരു മണ്ഡല വ്രതമാണ് പറയുന്നത്. ഇവിടെ ചേട്ടൻ എന്തൊക്കെ നേർച്ചകളാണ് എടുക്കുന്നത്? ഞാൻ ഈ വർഷം എടുക്കുന്നത് ആഴി. ആഴി എന്ന് പറഞ്ഞാൽ? അഗ്നിക്കാവടി. അഗ്നിക്കാവടി എന്ന് പറയുമ്പോൾ കാവടിയിൽ അഗ്നി വെച്ച് അങ്ങനെയാണോ? അല്ല, അതും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൂ ആഴി എന്ന് പറയും. അഗ്നി പ്രവേശം, അഗ്നിയിൽ പ്രവേശിക്കാനാണ് അതാണ് എടുക്കുന്നത്. അത് 22 വർഷമായിട്ട് ഇവിടെ മുടങ്ങിക്കിടക്കുമായിരുന്നു. ചില പ്രശ്നങ്ങളായി, പൊതു പ്രശ്നങ്ങളായിട്ട് അത് മുടങ്ങിക്കിടക്കുമായിരുന്നു. ഈ വർഷം അത് തുടങ്ങി വെച്ചിരിക്കുന്നു. പൂർവാധികം ഭംഗിയായിട്ട് നടത്തുകയാണല്ലേ? പൂർവാധികം ഭംഗിയായിട്ട് തൈപ്പൂയ മഹോത്സവം എല്ലാ ആചാരങ്ങളോടുകൂടിയും ഈ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ദൈവകടാക്ഷം കൊണ്ട് പോകണം. ഈ അഗ്നിക്കാവടി എന്നാണ് നടത്തുന്നത്? വെള്ളിയാഴ്ച തൈപ്പൂയ ദിവസം.